ഹലോ ഗായ്സ്, ഞാനാണ് MC. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നു. ലേറ്റ് ആവാനുള്ള കാരണം ഓരോരുത്തരാണ്, അതൊക്കെ പിന്നെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഞാൻ എൻ്റെ മൈക്രോജ് അവയെ ഷെയർ ഇട്ടു. ലാഗ് ഒരുപാടുണ്ട്, നമുക്ക് പറ്റാം. സാധനം കൊള്ളാമല്ലേ? ഇതിൻ്റെ പേരാണ് മേക്കപ്പ് അൾട്ര. അപ്പം നിങ്ങളും ഭയങ്കരമായിട്ട് ഷെയർ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല ഫോണാവണം. എന്നെക്കാട്ട് നല്ല ഫോൺ ഉണ്ടെങ്കിൽ നല്ല സ്പേസ് കിട്ടൂ. അപ്പം ഞാൻ ഉള്ള കാര്യം പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നത് എല്ലാം ഞാൻ പറയാം. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നമ്മൾ അവസാനമായിട്ട് പാട്ട് പാടിയത് നമ്മുടെ പഴംപൊരി എപ്പിസോഡ് 1-ലായിരുന്നു. ഇന്ന് എപ്പിസോഡ് 2 ഞാൻ തന്നെ പാട്ട് പാടാം. ഞാൻ വിചാരിച്ചത് ബോറിസ് അവിടുത്തെ പാട്ട് കേൾക്കും, ഞാൻ പാടുമായിരുന്നു. കുഴപ്പമില്ല, ഞാൻ ഒറ്റക്ക് പാട്ടേക്ക്. 2000 years later. ഇനി അടുത്ത വീഡിയോ മുതൽ ഹലോ ഗായ്സ്, ഞാനാണ് MC എന്ന് പറഞ്ഞിട്ട് പിന്നെ പാട്ടയക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ പറയത്തുള്ളൂ. ഓക്കെ, Anutasu, sutesi, nyumanu pedu susenu nemaesi, nyumanu sasu, sutesi, nyumanu pedu tesu nemaesi, sutanusa, tusanusa, nyumanu tesu tusuntum sutum. Suta ഏതോ ഒരു ഭാഷയിലെ പാട്ടിൽ മലയാളത്തിലുള്ള ചീര ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കമൻറ്റ് ചെയ്യില്ലേ ചീര എന്ന് പറഞ്ഞില്ലെന്ന്. അപ്പോൾ ഇന്നത്തെ ജോലി എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തട്ടും. അപ്പം ഞാൻ പറയുന്നത് പാട്ടെല്ലാം കഴിഞ്ഞ് ഇനി മെയിൻ കാര്യത്തിലൂടെ ഇടാക്കാം. അത് തന്നെ മോൻസ് ഗെയിമിങ് എവിടെ ഗൈസ്, അവരും പിന്നെ അവൻ്റെ GF കൂടെ ചേർന്ന് ഹണിമൂണിന് പോയിരിക്കുവാണ്. അത് തന്നെ ഹണിമൂൺ. ഇത് ഞാനങ്ങനെ അറിയുന്നതല്ലേ, ഞാൻ മോൻസിനെ വിളിച്ചിട്ട് പാടാൻ വീഡിയോ എടുക്കുക. അത് പറയാം, എടാ ഞാൻ എൻ്റെ ലൈനും കൂടെ ഹണിമൂണിന് പോവാന്ന്. അപ്പം ഇനി അടുത്തൊരു മാസത്തേക്ക് അവൻ്റെ ചാനലിൽ വീഡിയോ കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെ നോക്ക്, മോൻസ് ഗെയിമിങ് ഡെയിലി വീഡിയോ ഇട്ടുണ്ട്. ഇപ്പം ഡെയിലി ഇടാത്ത ഹണിമൂണിന് പോയി. അവന് ഹണിമൂണിന് പോയാൽ കുറച്ച് ഫോട്ടോസ് എനിക്ക് അയച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയ്ക്ക് അത് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ എന്തോ ചെയ്യാൻ പോകുന്നത് അത് തന്നെ ഡയമണ്ട് ആർമർ ആവാൻ പോവാണ് ഗൈസ്. ഈ സർവർ വന്നിട്ട് കുറേ ദിവസമായി, എന്നിട്ട് ഇതുവരെയായിട്ട് ഞാൻ ഡയമണ്ട് ആർമർ ആയില്ല. അതുകൊണ്ട് ഇന്ന് ഡയമണ്ട് ആർമർ ആവണം. പിന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഞാനിപ്പോൾ റിച്ചാണ്. അല്ല പിന്നെ ഞാൻ അംബാനിയാണ്. കറക്റ്റ് ഒരു സ്റ്റാക്ക്. എന്താ അല്ലേ ഷെയർ? അല്ല പിന്നെ എൻ്റെ ഫോൺ ഐഫോൺ. അങ്ങനെ മോനസിന് ലൈൻ സെറ്റായി. ഞാനിപ്പോഴും സിംഗിൾ, പടി സിംഗിൾ. ഞാൻ സിഗ്മ ബോയ്. നമുക്ക് പെട്ടെന്ന് പോയി നമ്മുടെ ഡയമണ്ട് ആർമേഴ്സ് അങ്ങോട്ട് വാങ്ങാം. പിന്നെ ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാനുള്ള കാരണമാണ് ഇതിൻ്റെ അകത്തുള്ള ഗ്രൈൻഡിങ്. അത് തന്നെ ഈ സർവർ മെയിൻ ഫോക്കസ് ചെയ്ത് ഞാൻ മിക്ക വീഡിയോ എടുക്കുന്ന ടൈം ഇരുന്ന് ഇതിൻ്റെ അകത്ത് ഗ്രൈൻഡിങ് ആയിരുന്നു. ഇന്നലെ 4 മണിക്ക് വെളുപ്പിൽ എഴുതിയിട്ടിരുന്ന് ഞാൻ ഗ്രൈൻഡിങ് ആയിരുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിന് വില്ലേജർ. നിങ്ങൾക്കറിയുന്ന പോലെ വില്ലേജർ ബ്രീഡർ ഫാം ഒന്നേ ഉള്ളൂ. അപ്പോൾ ഇവന്മാർ ബ്രീഡാകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും, പിന്നെ അത് വലുതാവാൻ. അങ്ങനെ ഏകദേശം ഞാൻ സെറ്റ് ചെയ്തു. ലാഗ് അടിക്കുന്നുണ്ട്. നമുക്ക് ലാഗ് കുറയ്ക്കാനായിട്ട് ഒരു വഴിയേ ഉള്ളൂ. പിന്നെ റൺ ഡിസ്റ്റൻസ് ചെയ്തിട്ടിരിക്കുന്ന ഫുള്ളും കുറച്ച് 2, 3, 4 മതി. 4 ഇടുവാണെങ്കിൽ അത്യാവശ്യം ഹീറ്റ് ആവുമല്ലോ. ഓക്കെ, വെള്ളത്തിൻ്റെ അടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആണ് ഫുള്ള്. നിങ്ങൾക്ക് ഈ ഫുള്ള് ക്ലിയർ. ലൈറ്റിങ് ഇത്തിരി കൂടുതലാണ്. ഓവറോൾ ഷെയ്ഡർ കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെയും ലോങ് പീസൊക്കെ ആണെങ്കിൽ ഇത് ട്രൈ ചെയ്യാൻ നല്ല സ്പേസ് കിട്ടും. അകത്ത് എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്, അകത്ത് ഞാൻ കാണിച്ചു തരാം. ഇത് നോർമൽ. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം ഇവിടെ നമ്മൾ ഈ ഭാഗം മാത്രം സെറ്റ് ചെയ്തുള്ളായിരുന്നു. ഇവിടെ ഒരു വില്ലേജർ ഇല്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്ത്. പിന്നെ ഇവിടെ ഒരു ഫാർമർ ഉണ്ടായിരുന്നു, അവനെ മാറ്റി ഞാനിവിടെ ഇവരെല്ലാവരും വെച്ചിട്ടുണ്ട്. ഫാർമർ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത്ര ആവശ്യമില്ല, 10 മതി. പിന്നെ എൻ്റെ ഒരു ആക്രമണം കാരണം ഞാൻ വെച്ചതാണ്. ഇവിടെ ഉണ്ട് ഫാർമറല്ല. ഇവന്മാരെ ഞാൻ ഡയമണ്ട് ആർമർ ആവാൻ വേണ്ടി വെച്ചിരിക്കുക. ഇത്ര എന്തിനാന്ന് വെച്ചാൽ എനിക്കറിയില്ല, ചുമ്മാ രസം ഇരിക്കട്ടെ എന്ന ലക്ഷ്യത്തിൽ ഞാൻ ചുമ്മാ ഇട്ടിയാ. ഇനി അടുത്ത പ്രാവശ്യം സർവർ ഉണ്ടാക്കുമ്പോൾ ഇവന്മാർ 5 കാണത്തുള്ളൂ, അത് മതി. അതിൻ്റെ ഇതിൽ ഏതൊരുത്തൻ ഡയമണ്ട് ആർമർ തരുന്നുണ്ടായിരുന്നു, അത് നമുക്ക് അങ്ങോട്ട് വാങ്ങാം. അപ്പം ഞാൻ കുറച്ച് എമറാൾഡ് ഒന്ന് എടുത്തോട്ടെ. എൻ്റെ കയ്യിൽ നിന്ന് 2 സ്റ്റാക്ക് എടുക്കാം.
2 സ്റ്റാക്ക് പൈസ ഉണ്ട് ഗൈസ്. ഈ 2 സ്റ്റാക്ക് പൈസ നമുക്ക് ഈ പൊട്ടന് കൊടുക്കാം. ഈ പൊട്ടനപ്പോൾ ഒരു ഡയമണ്ട് ആർമർ തരും. ഫസ്റ്റ് ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ചപ്പൽ, പിന്നെ ചണ്ടി. ഓക്കെ, അതെല്ലാമായി. ഇനി ഇടണം. ഈ ആർമർ വേണം. ഹെംസി സ്പെഷ്യൽ ആർമർ ഊരല്ലേ, സ്പെഷ്യൽ ഇടല്ലേ. ഇപ്പം എന്നെ കാണാൻ MC ആയി. ഇപ്പോഴാണ് ഞാൻ MC ആവുന്നത്. കള്ളം മോനസ് വരാത്തതുകൊണ്ട്. അപ്പം മോനസ് വരാത്തതുകൊണ്ട് അവൻ ഈ ഡയമണ്ട് ആർമറൊന്നും കിട്ടൂല. എല്ലാവൻ ഹണിമൂണിന് പോയി. ചെയ്യുമെന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നെതർ പോർട്ടൽ സെറ്റാക്കും. എന്താണെന്നറിയാലോ, നെതറിൽ പോയി ചത്ത് കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ സാധനങ്ങളൊക്കെ വേണ്ടേ. അപ്പം എമറാൾഡെല്ലാം ഞാൻ ഇവിടെ വെച്ചിട്ട് പോവും. നെതർ എക്സ്പ്ലോറേഷൻ, നെതർ എക്സ്പ്ലോർ മറ്റേ സംഭവം അത് തന്നെ. അത് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പറയുന്നത് അത് നമ്മുടെ നെതർ, അത് ഇതേ എവിടെയെങ്കിലും ഉണ്ടാക്കാം. പാടാം. ഓക്കെ, ഫസ്റ്റ് സ്പീഡ് പൊട്ടിക്കാം. സ്പീഡാണോ അതപ്പോൾ അതെയോ? അത്യാവശ്യം സ്പീഡുണ്ട്. 10 എണ്ണം വേണം നമുക്ക്. 2 3 അങ്ങനെ നമ്മൾ 10 എപ്പിസോഡ് ഒപ്പിച്ചിട്ടുണ്ട്. 10 ഒബ്സിഡിയൻ ഒപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണം 10. ഞാൻ എന്തോന്ന് ഈ പറയുന്നത്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ 10 ഒബ്സിഡിയൻ ഒപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സ്ഥലത്ത് പോയി നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന് അവിടെ. അല്ല, വിചിത്രമായ ജീവിയൊന്നും കാടല്ലേ. അതുതന്നെ ഈ പിക്കാസ് കളയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സേഫായിട്ട് ഇവിടത്തെ വെച്ചേക്കാം. എൻ്റെ ഏകദേശം ആർമറൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ലാവ ബക്കറ്റ് ഇതിൻ്റെ അകത്തിരിക്കട്ടെ, വാട്ടർ ബക്കറ്റ് ഇതിൻ്റെ അകത്തിരിക്കട്ടെ. ഇതിരിക്കട്ടാ, വീട് ക്രാഫ്റ്റ് ചെയ്യാമല്ലോ. ഓക്കെ, അങ്ങനെ ആവശ്യമില്ലാത്ത എല്ലാ സാധനവും ഞാൻ മാറ്റിയിട്ടുണ്ട്. ഒരു എക്സ്ട്രാ പിക്കാസ് കൊണ്ട് വാങ്ങിച്ചാൽ പോരെ. ഷവോൽ ഇനി അവിടെ ഷവോലിൻ്റെ ആവശ്യമില്ല. എത്തി. ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരാളുടെ നല്ലൊരു പിക്കാസ് വാങ്ങണം. എഫിഷ്യൻസി 2. എനിക്ക് വേണ്ട ഫോർച്ച് 1 ഉള്ളൊരു പിക്കാറ്റ്സ്. അത് ഇവിടെ ആരോ വിൽക്കുന്നുണ്ടായിരുന്നു. ഫോർച്ച് 1 പിക്കാറ്റ്സ്. ഇതിൻ്റെ വിലയും കുറച്ച് കൂടുതലാണ്. പിക്കാറ്റ്സ് സീരാണ്. ഓക്കെ, നമുക്ക് പോവാം. ലാഗ് അടിക്കുന്നുണ്ട്. ഹലോ. ഓക്കെ, ഞാൻ ഷെയർ ഓഫ് ആക്കിയിട്ടുണ്ട്. വേൾഡ് കാണാൻ എന്താ രസം. നമ്മളെ ബ്യൂട്ടിഫുൾ, നമ്മൾ നാച്ചുറൽ മോൾസ് പറഞ്ഞ നാച്ചുറൽ ഇത് വേണം അനുഭവിക്കാൻ. നീ എന്താ ഇമോജി കിട്ടാൻ? അല്ല, ഞാൻ പറഞ്ഞേട്ടാ, നീ ഹണിമൂണിന് പോയിട്ട് ഇത്ര വട്ടം വന്നാ? 2000 years later. ഹലോ. ഹലോ. ഹണിമൂണിന് പോയിട്ട് ഇത്ര വട്ടം വന്നാടാ? എവിടെയാണ്? 2000 years later. ഓക്കെ, നെതർ പോർട്ടൽ റെഡി. ഇനി ഇത് കത്തിച്ചാൽ മതി. ടടടാ, ദിസ് ഈസ് ദ എൻഡ് എന്ന് പറയും. നമുക്ക് കയറാം. അല്ലെ മോഴ്സ് ഗെയിമിംഗ് ആയിട്ട് കയറിയ പോലെ. സത്യം പറടാ, സബ്സ്ക്രൈബേഴ്സിന് മുന്നിൽ സത്യം പറ. നീ എവിടെയാ ഹണിമൂണിന് പോയാ? MC ചുമ്മാ ഒത്തിരി മുഷ്കിറക്കി. ഇതാരാ കറുത്ത കളറുള്ള എൻറ്റിറ്റി? ഗൈസ്, എൻ്റെ ഭയങ്കര ബഗ്ഗായി. സത്യം പറടാ, നീ ആരെയാടാ കാണാൻ പോയാ? എന്തായാലും സത്യം പറ, എവിടെയാടാ നീ പോയാ ഹണിമൂണിന്? നിന്റെ വീട്ടിൽ നീ തന്നെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ശരിയാവും? എന്നോ നാളെ ഇങ്ങനെയൊക്കെയാണോ ഗേൾ ഫ്രണ്ട് ഉള്ളപ്പോ പോകുന്നേ? ഞാൻ വിചാരിച്ചു കൊടക്കാനാൽ വഴി ഊട്ടി പോയെന്ന്. അതിന്റെ ഉച്ചയിൽ ഒരു തെറി വന്നിരിക്കണ്ട്. നീ വീടെടുക്കൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ഡയമണ്ട് ആർമർ ഒന്ന് മേടിക്കട്ടെ. ഓക്കെ. അപ്പൊ ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ മോൺസ് ഗെയിമിങ് ഹണിമൂണിന് പോയി അവൻ അഭിനയിക്കുവാണ്. അവൻ സിഗ്മ എന്നറിയണം നിങ്ങള്. അവൻ സിഗ്മ എന്നല്ല, അവൻ ലൈനൊക്കെ ഉണ്ട്. അവൻ പോയിട്ട് വന്നേ ഉള്ളൂ ഇപ്പം. അല്ല, എനിക്ക് തോന്നി മോനെ, നീ നിന്റെ വീഡിയോ എടുത്ത് എന്നെ ഊക്കാനാന്ന് എനിക്കറിയാം. നമ്മള് പോവാന്നെടുത്ത് പ്രാർത്ഥിക്കണം. ഈ പോർട്ടിന്റെ അടുത്ത് വന്നിട്ട് ഒരു മന്ത്രം ചൊല്ലണം.
എന്നും പറഞ്ഞ ഒരു നല്ല ഫോട്ടോസിൽ എത്തിക്കണേ. എന്തോ നീ കാണിക്കുന്നേ? ഓക്കെ, നമ്മുടെ മോഡ് സ്കീമിൽ പോയി ഫസ്റ്റ് അവൻ പോയി ചത്തിട്ട് കേട്ടോ എന്നിട്ട് പോവാ. ഈ തുടക്കം തന്നെ ഈ ഭയം കിട്ടിയ അപ്പോൾ സെറ്റ്. അയ്യോ 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 എടാ ലാവാടാ, ലാവാ ലാവാ, അയ്യോ 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 ലാവാ, അയ്യോ 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 ഞാൻ കത്തുന്നേ, അയ്യോ ഞാൻ കത്തുന്നേ, രക്ഷിക്കണേ രക്ഷിക്കണേ, ആരെല്ലാം രക്ഷിക്കണേ, എൻ്റെ ബോഡി കത്തുന്നേ. മൈൻഡ് ചെയ്യല്, നമുക്ക് ഫോർച്ചും കൊണ്ട് മൈൻഡ് ചെയ്യാം, പെരട്ടി കിട്ടും. ഞാൻ ആരാമോ, ഞാൻ ചുമ്മാ ഒന്ന് മൈൻഡ് ചെയ്ത എന്നിട്ട് നോക്കട്ടെ എത്ര ഉണ്ടെന്ന് നോക്കട്ടെ ഇവിടെ. പിന്നെ ഞാൻ ആരാമോൻ കാർമറാവാ. മൈൻഡ് ചെയ്യില്ല, മൈൻഡ് ചെയ്യാം, നമുക്ക് പിന്നെ ഒരു ദിവസം വന്ന് മൈൻഡ് ചെയ്യാം. ഇതൊക്കെ നിസ്സാരം. മൈൻഡ് ചെയ്യടാ, മൈൻഡ് ചെയ്യ. ഇത് മൈൻഡ് ചെയ്തോട്ടെ, ഇതെനിക്ക് വേണം. ഇത് വെച്ചിട്ട് നമുക്ക് വുൾ ഫാം ഉണ്ടാക്കാൻ കഴിയും. നീ എന്താടാ സൈലൻ്റ് ആയിട്ടിരിക്കുന്നേ? നീ എന്താ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന? ആ സത്യം പറഞ്ഞുകൊണ്ടാണോ? പേടിക്കണ്ടടാ, സത്യമൊക്കെ അറിയാമെന്ന് പറഞ്ഞെന്താ? നീ സിഗ്മയാണ്, സിഗ്മ ഇപ്പം അല്ല. നീ എൻ്റെ ലൈഫ് ബ്രേക്കപ്പ് ആകുമ്പോൾ നീ സിഗ്മ ആയിക്കോളൂ. അല്ല സത്യമായിട്ട് എന്നാ പിന്നെ നേരത്തെ തള്ളിയിട്ടാ പോരെ, ഞാൻ തള്ളിയിട്ടില്ലല്ലോ. പോളാന്ന് ഞാൻ ഇവിടുന്ന് നിന്നെ കളിയാക്കുക. അവിടെ ഇതെന്ത് സ്ഥലമാടാ, ഊച്ചാളി സ്ഥലം. നിന്റെ ബ്ലോഗ്സ് ഉണ്ടോ? മോനിസിന്റെ മുന്നിൽ നിൽക്കണ്ട, മോനിസ് വൈരാഗ്യം എന്ന് പറയാൻ അത് പിടിച്ച് തറയിടും. ഐ തിങ്കിങ് നമുക്കത് എങ്ങോട്ടാ പോകണ്ടേന്ന്. അടിക്കട്ടെടാ മോനിസ്, ആളാവാ അടിക്കല് മോനിസേ, അടിക്കരുത് 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 അടിക്കരുത്. ഐ തിങ്ക് അവിടെ ടാറ്റാ ബൈ ബൈ. അയ്യോ മോൻസിന് കളിയേറി. അയ്യോ അയ്യോ അടിക്കാനുള്ള ചുമ്മാ അടിച്ചാളാ. വീണില്ലല്ലോ വീണില്ലല്ലോ, വീഴും പഠിച്ചാ. അയ്യോ കായ്, അയ്യോ മോൻസിന് ഭ്രാന്ത് കയറി. അയ്യോ എടാ മോൻസ്, ഞാൻ പുതിയ വഴി കണ്ടുപിടിച്ചു, കാണണോ? മോൻസേ ഒന്ന് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിയേ, എന്നെ നോക്ക്. എടാ എടാ അടിക്കല്ലേ അടിക്കല്ലേ അടിക്കല്ലേ. വീടടാ വീണ് മോൻസ് വീണ്. മോൻസേ അവിടെ നിന്നിട്ട് എങ്ങനെ ഉണ്ടോ ഫീല്? ഇപ്പൊ കൊല്ലും മോൻസ് അവനെ. സഹായം വേണാടാ? കൊണ്ടില്ല, ഒന്നും കൊള്ളുന്നില്ല. ബ്രോ വാട്ടർ ഒഴിച്ചു തരാവാ, താഴ്ത്തിയാളാനാ. മോൻസ് വൈദവ ഇങ്ങോട്ട് വഴിയല്ലോ ഉണ്ടാടാ. അയ്യോ എടാ മോൻസ്, നിനക്ക് ഭ്രാന്ത, നിനക്ക് ഭ്രാന്ത, നിനക്ക് ഭ്രാന്ത, നിനക്ക് ഭ്രാന്ത, നിനക്ക് ഭ്രാന്ത, നിനക്ക് ഭ്രാന്ത. പി എങ്കിൽ പി അവസാനത്തെ ഇഷ്ടം പോലെ. ഇതൊക്കെ ആരാ? എടാ ഗോൾഡ് ആർമർ ഇട്ടില്ലടാ. ഇവന്മാരല്ല മട്ടന്മാരല്ലേ.
ഇതിനാണ് വെറുതെ അടിക്കുന്നത്. വഴി പോകുന്നവരൊക്കെ ചുമ്മാ തല്ലാൻ പാടില്ല, ദോഷമാണ് ദോഷം, നോമ്പല്ലേ. ഒടുവില്ല യാത്രക്കായെന്ന് പ്രിയജനമേ മോനൂസ് പോകുന്നു. എല്ലാവർക്കും യാത്രയായി പൂച്ചകളെല്ലാം വിട പറയുന്നു. എങ്ങോട്ടാ കളാവോ? എടാ പാട്ടെങ്ങനെ ഉണ്ടെന്ന് പറയടാ. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ വിചാരിച്ച ഈ ക്രോസ് വെച്ച് നിന്നെ തറയിടാം. കാണണോ കാണണോ? ലൂട്ടൊക്കെ ലാവേ കിടക്കൂ. അല്ല പിന്നെ ഭയം, മോനസിന് ഭയം. ഓക്കെ, നിന്റെ ഇഷ്ടം പോലെ. മോനസേ, എൻ്റെ പ്ലാൻ പ്രകാരം നിന്നെ ഇങ്ങോട്ട് തള്ളിയിട്ടാലേ നീ വീഴായിരിക്കൂ. മോനോസ്, പ്ലാൻ എന്തുവാ? ഞാൻ നോമ്പ് പിടിക്കുന്ന ആൾക്കാരെ ഒന്നും ചെയ്യാറില്ല. നീ നോമ്പ് മുറുക്കും, അപ്പം ഞാൻ നിന്നെ തറയിടാം. നീ എന്തോ ഉണ്ടാക്കാന്ന് പറഞ്ഞില്ല, ഉണ്ടാക്കണം നീ സാധനങ്ങളിതാ ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞ ഷാർജ. അപ്പോൾ പാല്, ഐസ്ക്രീം, നണ്ടിപ്പറപ്പ്. ഞാനിപ്പോ വിചാരിച്ചത് നിന്നെ എനിക്ക് താഴെടാൻ പറ്റും. കാണണോ? വേണ്ട, ഞാൻ ജീവിച്ചു നോക്കോട്ടെ. അന്ത പേർക്ക് കേട്ടാ. എനിക്ക് പോവാനൊന്നുമില്ല, നിനക്ക് പോവാനോ? എന്ത് സ്കിൻ എങ്ങനെയാണോ നീ മാറ്റിയ? കുറച്ച് നെല്ലിനെ ഇവിടെ നിക്കുക, ഒരൊറ്റ നിക്കിയാ മതി MC തീരാൻ. ആൻഡ് നിങ്ങൾ വരുമ്പം ഞാൻ IF ഫാമും ഫുൾ അവിടുത്തെ 4 IF ഫാമും കംപ്ലീറ്റ് ചെയ്യും. കൂടാതെ ഒരു വുൾ ഫാർമും ഞാൻ ഇവിടെ ഉണ്ടാക്കും. അത് തന്നെ ഈ ഷീപ്പിലൊക്കെ പിടിച്ച് ഒരു വുൾ ഫാം ഉണ്ടാക്കണം. അത് 5 എണ്ണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നെതറിക് ആർമറൊക്കെ ആവണം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ നെതറിൽ പോവും. നമ്മളുണ്ടാ ഇതില്ലേ ബ്ലാഷ്യൻ, അതൊന്ന് ലൂട്ടണം. എന്തൊക്കെ കിട്ടുമെന്നറിയാമല്ലോ. അപ്പം അടുത്ത എപ്പിസോഡ് നമ്മൾ അങ്ങോട്ട് പോകും. വിത്ത് മോൺസ് ഗെയിമിങ്ങുമായിട്ടായിരിക്കും പോകുന്നത്. എനിക്കറിയില്ല, മോൺസ് ഗെയിമിങ് പാട്ടിട്ടും എനിക്ക് അവനെ വിളിച്ച് ചോദിക്കേണ്ടി വരും. എടാ നീ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. മോൺസ് ഗെയിമിങ് കാരണം ഈ വീഡിയോ ഒരുപാട് ഫണ്ടി ആയിട്ടുള്ളത് എനിക്കറിയാം. അപ്പോൾ ഗൈസ്, ടാറ്റ, ഗുഡ് ബൈ.